ഹലോ. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഏകദേശം ഇന്ന് ഞാൻ എടുത്ത എൻട്രി എനിക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചാനലിൽ ഞാൻ ലൈവ് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് സെറ്റപ്പൊക്കെ ഒന്ന് ക്ലിയറായി വരാത്ത കാരണം എനിക്കതൊന്നും സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ട്രേഡ് നേരവണ്ണം എടുക്കാനോ കാര്യങ്ങൾ ട്രേഡ് എടുത്തത് വീഡിയോ ഇടാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ, യൂട്യൂബിൽ ലൈവായിട്ട് കണ്ടവർ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നും, അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനത് ലൈവിൽ ഒരു 10 മിനിറ്റോളം ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഇന്ന് വീഡിയോ ട്രേഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റാണ്. മോർണിംഗ് തന്നെയാണ് ഞാൻ എടുത്തത്. ഞാൻ ഏകദേശം ടൈം റേഞ്ച് പറയുമ്പോൾ 9:45 ആ റേഞ്ചിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. എൻട്രി 9:45 ആ റേഞ്ചിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഏകദേശം വന്നു. അതിന് ശേഷം സ്റ്റോപ്പ് ലോസും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നോർമൽ രീതിയിൽ ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ CPR റേഞ്ച് ആണ് ഞാൻ എൻ്റെ ടാർഗറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഈ റേഞ്ചിൽ വെച്ചിട്ട് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് മോർണിംഗ് ടൈം ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രീമിയത്തിൽ നല്ല എഫക്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അറ്റ് മണിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം 50 റുപ്പീസിൻ്റെ ആണ്, ഏകദേശം 50 റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നേരെ അത് 110 120 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി അതിന് ശേഷം വീണ്ടും ഡൗണിലേക്ക് വന്നപ്പോഴേക്കും നല്ല രീതിയിൽ പ്രീമിയം കുറഞ്ഞു വന്നു. അപ്പോൾ ഏകദേശം അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു റേഞ്ചിൽ ഞാനിപ്പോൾ വീണ്ടും അത് ഒരു 75 ആ റേഞ്ച് 75-നൊക്കെയാണ് ഞാൻ എക്സിറ്റ് ആയത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ എക്സിറ്റ് ആവേണ്ടിയും വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഏകദേശം 50% അബോവ് തന്നെയാണ് എനിക്ക് പ്രോഫിറ്റ് ഉള്ളത്. ചെറിയ പ്രോഫിറ്റ് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല. ഞാൻ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് എപ്പോഴും വെക്കുന്ന പോലെ തന്നെ എല്ലാ ദിവസവും എക്സ്പയർ ചെയ്യും. എല്ലാ ദിവസവും നമ്മളൊന്നും ചെയ്യാതെ ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഞാൻ എക്സിറ്റ് ആയി. അപ്പോൾ 10:15 ആ റേഞ്ചിൽ ആകുമ്പോഴേക്കും ഞാൻ 10:25 ആ റേഞ്ച് ആകുമ്പോഴേക്കും അവസാനം ആകുമ്പോഴേക്കും ഞാനത് എക്സിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതായത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിൽ നമുക്കത് ക്ലോസിങ് കിട്ടി. ഡൗണിലേക്ക് ക്ലോസ് വന്നപ്പോഴാണ് ഞാനത് എക്സിറ്റ് ആയത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഇന്ന് പ്രോഫിറ്റ് തന്നെയാണ്. 50% പ്രോഫിറ്റാണ്. ഏകദേശം ഞാൻ 5K അറൗണ്ട് ആണ്, 5K എബോവ് ആണ്, 6Kൻ്റെ അടുത്ത് തന്നെയാണ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വാങ്ങിച്ചു. അതിന് ശേഷം അത് നേരെ പോയിട്ട് ആ റേഞ്ചിൽ വന്നപ്പോൾ നമുക്കൊരു ഏകദേശം 50%ഓളം പ്രോഫിറ്റ് വന്നു. അതിന് ശേഷം വീണ്ടും അത് നല്ല രീതിയിൽ അപ്പിലേക്ക് വന്നു. ഏകദേശം ഇവിടേക്ക് എത്തുമ്പോഴേക്കൊക്കെ നമുക്ക് 500 ആയി. അതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ 800 ആയി. അപ്പോൾ ഞാൻ വാങ്ങിച്ച എൻട്രി എനിക്ക് ഇന്ന് ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പറഞ്ഞത് ഏകദേശം 800ൻ്റെ അടുത്താവും. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ നമുക്ക് 500ൻ്റെ അതായത് 100%ഉം 100x പ്ലസ് 150x, അതായത് 150x, അതായത് ഞാനൊരു എനിക്കാണെങ്കിൽ ഒരു 1000 റുപ്പീസ് വാങ്ങിച്ച സാധനം 1,50,000ലേക്ക് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലത്തെ മൂവ്മെൻറ്റാണെന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് എപ്പോഴും പോലെ തന്നെ ഞാൻ എൻ്റെ പെർസെൻറ്റേജ് ഞാൻ എടുത്തു. ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചു. ഏകദേശം ഈ റേഞ്ച് ഈ ഡൗണിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കത് അത്യാവശ്യം ലോസിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെയൊക്കെയാണ് ഇന്ന് എൻ്റെ ഒരു ട്രേഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് നമുക്കിനി നല്ലൊരു മാർക്കറ്റ്, ഇതുപോലത്തെ മാർക്കറ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും അതുപോലെ എനിക്കിന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്ന് ഞാൻ നമുക്ക് ലൈവൊക്കെ ഇടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് സിസ്റ്റത്തിൽ സെറ്റായി വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിന്ന് ലൈവും വരാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഒറ്റ ട്രേഡ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒറ്റ ട്രേഡ് എടുത്ത് ഇറങ്ങി. അങ്ങനെ തന്നെയാണ് എപ്പോഴും സിമ്പിളായിട്ടുള്ള ട്രേഡിങ് തന്നെയാണ് എപ്പോഴും ഞാൻ ചെയ്ത് അതുപോലെ തന്നെയാണ് ഇറങ്ങുകയും ചെയ്തത്.
അപ്പോൾ ഏകദേശം റേഞ്ചിൽ ഇറങ്ങി. അപ്പോൾ വീണ്ടും നല്ല എൻട്രീസൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എടുക്കാമായിരുന്നു. ആ റേഞ്ചിൽ എടുത്ത് ടാർഗറ്റ് വേണമെങ്കിൽ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാമായിരുന്നു. അപ്പോഴും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം അപ്പോഴും ഒരു 2x 3x ഒക്കെ അപ്പോഴും വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഈ ഒരു ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് വന്ന് വീണ്ടും മേലോട്ട് പോകുന്ന ടൈമിൽ ഈ ഒരു റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം 2x 3x അപ്പോഴും കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രേഡ് എടുത്ത് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരുന്ന ട്രേഡുകൾ ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് എല്ലാവർക്കും ജാക്ക് പോട്ട് തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ എനിക്ക് 50% ഇന്ന് ഞാൻ എൻ്റെ ഒരു ട്രേഡിൽ എപ്പോഴും പോലെ തന്നെ 50% അല്ലെങ്കിൽ ആ റേഞ്ചിൽ തന്നെ ഞാൻ എപ്പോഴും എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 120% പോയതാണ്. അപ്പോൾ എനിക്കത് എടുക്കാൻ ഫുള്ളായിട്ട് 120% നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഡൗണിലേക്ക് വന്നപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന രീതിയിൽ ഞാൻ ഈ ഒരു റേഞ്ചിൽ ഏകദേശം ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ ഡൗണിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇന്നുണ്ടായത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റ് വാച്ച് ചെയ്ത് നമുക്ക് നാളെ ട്രേഡ് എടുക്കാം.